ഹായ്, നമസ്കാരം. ഇപ്പൊ ഞാൻ അഴിച്ചു കളഞ്ഞത് നമുക്ക് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും ഈ സർക്കാരിന്റെ കാലത്തായാലും നിയമം തന്നെ. ഓൾട്രേഷനൊക്കെ കുറച്ചാവാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് വെച്ചതാണ്. പക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും അതിന് ഫൈൻ ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ ആര് ഫോട്ടോ എടുത്തിട്ടാണോ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ പ്രത്യേക ഒളിക്യാമറ സംഘം ഫോട്ടോ എടുത്താണോ എന്നറിയില്ല, നമുക്ക് 5000 രൂപയാണ് ഒരു ബമ്പർ ഫിറ്റ് ചെയ്തതിന് ഫൈൻ വാങ്ങുന്നത്. 5000. അപ്പോ ഈ ഫൈൻ അടക്കണേന് ഒരു മര്യാദ ഇല്ല. ഈ ഫൈൻ അടിച്ചു കൊടുക്കണേ. നമ്മളും ഈ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ ഓടുന്നവരാണല്ലോ. ഒളിക്യാമറ ആയാലും എന്തായാലും ഫൈൻ അടച്ചു കൊടുക്കണേന് ഒരു മര്യാദ ഉണ്ടല്ലോ. ദയവ് ചെയ്ത് ഏതെങ്കിലും MVD ഉദ്യോഗസ്ഥരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഫൈൻ ഒന്ന് കുറച്ച്. ഞാൻ അവിടെ പോയിരുന്നു, MVDയുടെ കാക്കനാട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പോയിരുന്നു, സംസാരിച്ചു. അവർ പറഞ്ഞു ഇത് ഓൺലൈൻ വഴി വന്നുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ആരോ ഫോട്ടോ എടുത്ത് വിട്ടു, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒളിക്യാമറ സംഘം ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം നേടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ 5000 രൂപയാണ് ഒരു മര്യാദ ഇല്ലാത്ത ഫൈൻ നടത്തുന്നത്. ചിലപ്പോൾ പല കമന്റുകൾ വരുമായിരിക്കും, വോട്ട് ചെയ്താലേ അനുഭവിച്ചോ. ഞാനൊരു ഏത് പാർട്ടി ഞാൻ ചെറ്റത്തര കാണിച്ചാലും ഞാൻ പോയി ഇതൊന്നും ചെറ്റത്തരത്തിൽ പെടില്ല. കാരണം ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്, ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് ചോദിക്കുന്നത് ഈ ഫൈൻ ഒന്ന് കുറച്ച് തരിക. ഇതൊന്നും ഫൈൻ ആർക്കും അടിച്ചു കൊടുക്കരുത്. ഇത്രയും മാത്രം ആവശ്യപ്പെടുന്നത്. സൗകര്യം കുറയ്ക്കാം. ഇനി നമ്മൾ അടയ്ക്കാൻ നിവൃത്തിയില്ലല്ലോ, കാരണം നമുക്ക് ഇത് ഓടാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓടുക. അപ്പൊ എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരുടെയും വാക്കായിട്ട് വണ്ടിയിൽ കൂടുതൽ പണികളൊന്നും ചെയ്യണ്ട. കാരണം ഇതൊക്കെ പിരിച്ച് മേടിച്ചിട്ട് വേണം KSRTCയിൽ ഫ്രീ കൊടുക്കാൻ. അതുകൊണ്ട് ഈ പരിപാടിക്ക് ആരും നിൽക്കല്ലേ. ഇപ്പോൾ വണ്ടി എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് അതുപോലെ കൊണ്ടുനടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു സ്ഥലത്ത് ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് പിടിച്ച് വാങ്ങണം. ആ ഒരു മേഖലയാണ് ഏറ്റവും നല്ല മേഖല, ഈ ടാക്സി മേഖല. അതുകൊണ്ട് ടാക്സി ഓടിക്കുന്നവർ ടാക്സി മാത്രം ഓടിക്കുക. ഞാനടക്കം. ബൈ ബൈ.